നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ച പോകാൻ വേണ്ടി പോകുന്നത് ഇന്ത്യനൂർ ക്ഷേത്രത്തിലോട്ടാണ്. ഇന്ത്യനൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ കോട്ടയ്ക്കൽ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. കോട്ടയ്ക്കൽ പോകുന്ന വഴിയാണ് ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കസിനും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ക്ഷേത്രത്തിലോട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവത്തിനായിരിക്കും. ആ രീതിയിലാണ് ഞങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റ് കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള പാടാണ് കേട്ടോ അത്. രണ്ട് സൈഡിലും പാടുണ്ട്, നടുവിലെ റോഡായിട്ട് ആ രീതിയിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് എത്തി. ക്ഷേത്രം ഇവിടെ എന്താന്ന് വെച്ചാൽ പ്രധാന പ്രതിഷ്ഠയായിട്ട് വരുന്നത്, അതായത് പ്രധാന ദേവനായിട്ട് ഇവിടെ ഉള്ളത് ഗണപതി ഭഗവാനാണ്. ഗണപതി ഭഗവാൻ പ്രത്യേകിച്ച് പൂജകളും, അതായത് അപ്പം, നിവേദ്യം, അതുപോലെ ഒറ്റ ഒക്കെ കഴിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വിദ്യയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചനയൊക്കെ ഇവിടെ എല്ലാ വർഷവും നടത്തുന്നൊരു ക്ഷേത്രമാണ്. ഭയങ്കര വലിയൊരു എന്താ പറയുക, ഒരു മഹായജ്ഞം പോലെ തന്നെയാണ് ഇവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചനയൊക്കെ നടത്തുന്നത് കേട്ടോ. വർഷത്തിലൊരിക്കൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ആ ഒരു വിദ്യാഗോപാല മന്ത്രാർച്ചന ഉണ്ടാവുന്നത്. അതുപോലെ വിദ്യ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സരസ്വതി സൂക്തം, അങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും ഈ ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള അവർക്കതിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹം, അല്ലെങ്കിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ആ രീതിയിലൊക്കെ പുഷ്പാഞ്ജലികളും വഴിപാടുകളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ ശിവനും വിഷ്ണുവും ഉണ്ട് കേട്ടോ, രണ്ടുപേരും ഉണ്ട്. അതുപോലെ അയ്യപ്പനുണ്ട്. അങ്ങനെ ഉപമൂർത്തികളായിട്ട് മറ്റുള്ള ദേവന്മാരെല്ലാവരും ഉണ്ട്. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്നു. വീണ്ടും ഞങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കാടാമ്പുഴ ആ ഒരു ഏരിയയിൽ എത്തിയാൽ ഞങ്ങൾക്ക് ഫുഡിനോടൊരു താല്പര്യം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ തോന്നുന്നത് കാടാമ്പുഴ എത്തുമ്പോഴാണ്. അപ്പോൾ കാടാമ്പുഴയിലോട്ട് തന്നെ തിരിച്ചു. അവിടെ ഇന്ത്യനൊരു കുറച്ചൊരു അങ്ങനെ ഒരു വലിയ ടൗൺ അല്ലാത്തതുകൊണ്ട് ഹോട്ടൽ കുറവാണ്. അപ്പോൾ കാടാമ്പുഴ എത്തിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ചെറിയൊരു റീലൊക്കെ എടുത്ത് അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ അവസാനിച്ചു.